Hello guys, welcome back to our channel. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ ഓവണൊന്നും ഇല്ലാതെ ഗ്യാസ് അടുപ്പുമ്മേൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ബട്ടർ കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കണ്ടേ? അപ്പം നമ്മളിവിടെ 200 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ ബീറ്റൊന്നും ചെയ്യാൻ കേട്ടോ. പുറത്ത് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ ഇതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. അപ്പം നമ്മൾ 200 ഗ്രാം ബട്ടറിലേക്ക് 1 കപ്പ് പഞ്ചസാര ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഒന്ന് നല്ലോണം ഫ്ലഫി ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതാക്കണ നോക്കിക്കാൻ നല്ലോണം ഫ്ലഫി ആയിട്ട് തന്നെ നമുക്ക് ഇതാക്കണത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഫ്ലഫി ആയി വരുന്ന ടൈമിൽ നമ്മൾ 3 മുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചിട്ട് നല്ലോണം ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാക്കണ നല്ലോണം ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് മൈദയും കൂടി ഇട്ടിട്ട് ഈ ഒരു ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നമ്മളിത് ചെറുതായിട്ടൊന്ന് ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ബീറ്റർ ഒന്നും വേണ്ട കേട്ടോ തൈര് ഇട്ട് കൊടുത്തതിന് ശേഷം. അപ്പം നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതൊരു കേക്ക് ട്രേയിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഒന്ന് വിരിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം അത് നമ്മളിത് നിരത്തി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നല്ലോണം ചൂടായ ഒരു ചെമ്പിലേക്ക് ചെറിയൊരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മുടെ കേക്കിൻ്റെ ട്രേയിൽ അതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. നല്ലോണം ചൂടായതിന് ശേഷം മാത്രം കേട്ടോ. എന്നിട്ടൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 45 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 45 മിനിറ്റിന് ശേഷം ഇതാക്കണം നമ്മളിതിൻ്റെ മൂടി തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാണ് ഇത് റെഡി ആയിട്ടുണ്ടോ ഒന്ന്. അയ്യ ഇതെല്ലാം അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേക്ക് ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെ ആയിരുന്നു. ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയ കേക്കിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റ് ഈ ഒരു കേക്കിനായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ചൂടോടുക്കെ തന്നെ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ തുടങ്ങാം. നല്ല അടിപൊളി ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൽ ഒരു ക്രീമിൻ്റെ ആവശ്യമില്ല, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചു തരാം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും ബൈ.